തുടർന്നുള്ള വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ അവരുടെ ഭാവി പഠനത്തിനും മത്സര പരീക്ഷകളിലുമൊക്കെ അവർക്ക് വളരെ അധികം പ്രചോദനമാവുന്ന തരത്തിൽ മോട്ടിവേഷൻ നൽകാനും അവരുടെ കരിയർ ഡെവലപ്പ് ആകുന്നതിനെ കുറിച്ച് വളരെ ശാസ്ത്രീയമായ അതുപോലെ തന്നെ കാലത്തിന് യോജിച്ച നിലയിൽ വിദ്യാഭ്യാസത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രശസ്ത കരിയർ ഗൈഡൻസ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ അഡ്വക്കേറ്റ് വിനു തോട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അതുപോലെ രക്ഷകർത്താക്കൾ ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടെ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനിയായ വിനു സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്ത് ഏറ്റവും മഹാത്മ്യമായിട്ടുള്ള ഒരു കർമ്മമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം വിദ്യാഭ്യാസം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും ഇങ്ങനെ ചോദിക്കും, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? അപ്പൊ എന്താ പറയുന്നേ? പഠിക്കുന്ന ക്ലാസ് അങ്ങോട്ട് പറയും. ഇച്ചിരി കൂടെ പ്രായമാകുമ്പോ നിങ്ങളോട് ചോദിക്കും, ഏതുവരെ പഠിച്ചു? അയ്യോ, ഞാനിങ്ങനെ കുറെ തോറ്റിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുക. അങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് എന്ത് തോന്നും? സ്വയം ഒരു ദുഃഖം തോന്നും, അല്ലേ? ഇനി ഒരു ലക്ഷ്യബോധമില്ലാതെ നമ്മള് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുമ്പോ വിഷമോ. ഈ കോവിഡ് കാലഘട്ടത്ത് നമ്മളിങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന സമയത്ത് ഒരു മന്ദതയാ. എന്റെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ അങ്ങ് പൊക്കോണ്ടിരിക്കാം, എന്റെ പാരന്റ്സ് ഒക്കെ എല്ലാം സഹായിക്കും, എന്റെ കൂട്ടുകാരും എന്റെ നാട്ടുകാരും ഒക്കെ എനിക്ക് സഹായം നൽകുമെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ അങ്ങ് പൊക്കോണ്ടിരിക്കുക. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഈ ലോകത്ത് ഞാൻ മാത്രമാണ്, എന്നെ സഹായിക്കാന് ഈ ലോകത്ത് ആരുമില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? താനെ പഠിച്ചോളും. എങ്ങടാ നിങ്ങൾക്ക് പോകണ്ടേ? എങ്ങടാ പോകേണ്ടെന്ന് പറയാതെ നല്ല വഴിയെന്ന് ആരാകണമെന്ന് ആഗ്രഹിക്കുന്നു? യു പിന്നെന്താ? ഏതിന്റെ ഡയറക്ടർ? ഫിലിം ഡയറക്ടർ. വെരി ഗുഡ്. ക്ലാപ്പ് കൊടുത്തേ. മാത്സ് കാണാത്ത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിനാണ് പോകണമെന്ന് താല്പര്യമെങ്കിൽ ഇത് പഠിക്കുന്നതിനോടൊപ്പം മാത്സും കൂടെ എടുത്താൽ മതി. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രമേ തിരഞ്ഞെടുക്കാവൂ. ഭാഷാ പഠനം, ഹിന്ദി, അറബി, ഉറുദു, കന്നഡ ഇങ്ങനെ തുടങ്ങിയുള്ള ലാംഗ്വേജ് പഠിച്ചാൽ എന്താ ഗുണമെന്നറിയോ? ഇത് കഴിഞ്ഞ് ഹിന്ദി എടുത്തു കഴിഞ്ഞാൽ കേരള ഹിന്ദി പ്രചാര സഭ, അതുപോലെ ദക്ഷിണ ഹിന്ദി പ്രചാര സഭ. ഏത് വിഷയമാണ് ടെക്നിക്കലായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, ആ വിഷയത്തിൽ PSC ടെസ്റ്റ് എഴുതാം. അതുപോലെ അതിൻ്റെതായ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഉയർന്ന നിലയിലോട്ട് പോകാം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഗ്രികൾച്ചർ ആണ് പഠിച്ചതെന്ന് വിചാരിക്കുക. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ടെസ്റ്റ് എഴുതാം, വളരെ വേഗം ജോലി കിട്ടുന്നതാ. എന്താ പ്ലാൻ? ഫാഷൻ ഡിസൈനിങ്ങും എക്കണോമിക്സ് ആണ് പ്ലാൻ. യെസ്, വെരി ഗുഡ്. ഓക്കെ. അതല്ല എന്നാണോ ഉമ്മ പറയുന്നേ? ആ ഫോണിലാ? ഇല്ല ഇല്ല പറഞ്ഞല്ലേ. യെസ്, ഓക്കെ, ഗുഡ്. ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കാം, എന്താകണമെന്ന് ആഗ്രഹിക്കുന്നു? വെരി ഗുഡ്, ഗ്രേറ്റ്. നിങ്ങളെ അടുത്ത ആള് ഡോക്ടർ. വെരി ഗുഡ്. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അല്ല, അതെ, ആക്ച്വലി ചെയ്യേണ്ടത് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. കാരണം നമ്മള് സമയം നഷ്ടമായെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. +2 കഴിഞ്ഞോ? ഈ +1 ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സിലബസ് വെച്ച് കവർ ചെയ്യണം. ഓക്കെ, അതിനനുസരിച്ച് കവർ ചെയ്താൽ മാത്രമേ
വെരി ഗുഡ്. ഫുൾ എ പ്ലസ്. വളരെ 1000 സൂര്യന്റെ ശോഭയുള്ള തേജസ് പോലെ തിളങ്ങാൻ സാധിക്കുന്നതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കഴിവിന്റെ പരമാവധി നിങ്ങൾ പഠിക്കുക. ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതിന് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. IAS ആകാൻ ആഗ്രഹിക്കുന്ന കുട്ടി എന്തെങ്കിലും ചോദിക്കാനുണ്ടോന്ന് ചോദിച്ചാൽ എണീറ്റ് എന്ന് പറയണേ, എനിക്കൊന്നും ചോദിക്കാനില്ല. അല്ലെങ്കിൽ ചോദിക്കാനുള്ളത് ചോദിക്കണം. ആ റിപ്ലൈ ഷാർപ്പായിട്ട് വേണം. ഈ കഴിഞ്ഞ മാസം ഞാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അവിടെ IAS കിട്ടിയ ഭാവന അനുമോദിച്ചു. അപ്പൊ ഭാവന ഒന്ന് 2 വാക്ക് സംസാരിക്കുന്നു പറഞ്ഞപ്പോ എണീറ്റ് ഇരുന്ന ഭാവന വന്നിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഏതിലാ താല്പര്യം? എപ്പോഴും സംസാരിക്കാനാണ് താല്പര്യം. ഏറ്റവും കൂടുതൽ കുറെ പ്രാവശ്യം IAS ഇന്റർവ്യൂവിന് പോയി ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂവിന് മാർക്ക് വാങ്ങി കിട്ടിയില്ല. എല്ലാ പ്രാവശ്യവും. ഇപ്രാവശ്യമാണ് കിട്ടിയത്. ഇതിനു മുന്നേ ഇന്റർവ്യൂവിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയില്ല. റീസൺ എന്താണെന്നറിയോ? വിൽ പവർ. ഫ്രീ ആയിട്ട് സംസാരിക്കും. എന്നിട്ട് ഞാൻ ഓഡിയൻസിനോട് ഈ സൈക്കോളജിക്കൽ ക്വാളിറ്റി ഞാൻ എടുത്തു പറഞ്ഞു. നല്ല ക്വാളിറ്റിയാണ്. ആരെന്ത് ചോദിച്ചാലും ഫ്ലെക്സിബിൾ ആയിട്ട് ഉത്തരം പറയും. എന്നിട്ട് പറഞ്ഞൊരു കാര്യം, ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല സംഭവം. ശരിയാ അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ഇഷ്ടപ്പെട്ട പേര് ഉത്തരം പറയണം. വളരെ പ്രയോജനപ്രദമായ വിജ്ഞാനപ്രദമായ ധാരാളം വിദ്യാഭ്യാസ സംബന്ധമായ പുതിയ വിവരങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച വിനു സാറിന് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. നിസ്വാർത്ഥമായി സേവനം ചെയ്ത ശ്രീ പാപ്പയുടെ മരണാനന്തര ആദരം നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായ പഞ്ചായത്ത് ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹനൻ അവരുടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹോംഗാർഡുമാരായ ശ്രീ അനിൽകുമാർ, ശ്രീ ശോഭനകുമാർ എന്നിവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നാട്ടുകൂട്ടനും കൂട്ടായ്മയുടെ ഏറ്റവും മഹത്തരമായ ഒരു സംരംഭത്തിന് ഞാനിവിടെ ഇന്നൊരു വേദി ഒരുങ്ങിയിട്ടുള്ളത്. നമ്മൾ അനുഭവിക്കുന്ന ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന് അനുഭവിക്കുന്ന ഏറ്റവും വേദനാജനകമായ ഒരു വിഷയം എന്ന് പറയും, ഒരുപാട് ആൾക്കാരെ സംരക്ഷിക്കുന്നതിനും അവരെ പരിപാലിക്കുന്നതും ആരുമില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിലാണ് ചാരിറ്റബിൾ പ്രസ്ഥാനങ്ങളെല്ലാം വാർത്തകൾ ഇവിടെ സമ്മാനിക്കുകയാണ്. ആ വിദ്യാർത്ഥികൾ എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ, ആശീർവാദങ്ങൾ അറിയിക്കുകയാണ്. വീണ്ടും പഠനത്തിന്റെ പാതയിലേക്ക് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും ജഗദീശ്വരൻ കരുണാവാരിധിയായ അള്ളാഹു അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 വാക്ക് പറയുവാൻ അനുവദിച്ച ഇതിന്റെ എല്ലാ മുഖ്യ ശില്പികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഒരുമിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാട്ടുകൂട്ടത്തിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യ ഈ രജിസ്ട്രേഷൻ സമയം മുതൽ
അവരോടൊപ്പം നിന്ന് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എന്നും തന്നെ മാതൃകയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഈ കോവിഡ് പിടിച്ച സമയത്തൊക്കെ തന്നെ ആദ്യത്തെ ആ കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും വീട്ടിനകത്ത് അകപ്പെട്ട ആ സമയത്ത് പോലും ഇതില് ഒരു കൂട്ടം ചെറുപ്പക്കാരും വയസ്സായവരും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഇതിന്റെ പ്രവർത്തകരും നമ്മളത് എവിടെയൊക്കെ അടയ്ക്കാൻ പറ്റും എന്നുള്ളത് അന്വേഷിച്ച് വണ്ടിയിൽ നടക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഓരോ വീടുകൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങള് നമ്മളെ കഴിവിനനുസരിച്ച് കിട്ടുന്ന ആ മുറയ്ക്ക് എല്ലാ വീടുകളും നമ്മുടെ നാട്ടിന്റെ സ്വന്തം മണ്ഡലത്തിന്റെ എം എൽ എന്ന് പറയുന്നില്ല, ഭാരതാപുരത്തിന്റെ സ്വന്തം എം എൽ എ, നമ്മുടെ നാട്ടിലെ ജനകീയനായ നിയമസഭ സാമാജികൻ, അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വിജയികളായ വിദ്യാർത്ഥികളുടെ അവാർഡ് ദാനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ എം എൽ എ ശ്രീ വിൻസെന്റ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾ വേദിയിലേക്ക് വരേണ്ടതാണ്. ആമിന നാട്ടുകൂട്ടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പംഗവും നാട്ടുകൂട്ടത്തിന്റെ നട്ടലായ പ്രവാസി കൂട്ടത്തിന്റെ അഡ്മിനുകളായ ജിദ്ദയിൽ പ്രവാസിയായിട്ടുള്ള നാസറിന്റെയും അതുപോലെ സജീവയുടെയും മകളാണ്. ആമിന ഫുൾ A+ നേടിയ വളരെ മിടുക്കിയ കുട്ടിയാണ്. അബ്ദുള്ള റാഷിദ് അടുത്തത്. അബ്ദുള്ള റാഷിദ് അടുത്തത്. ആമിന ബീവി. ആമിന ബീവി എത്തിയിട്ടില്ല. സുമയ്യ എന്ന് പറഞ്ഞ പകരം ഒരാള്. ഫാത്തിമ PS. ഫാരിസ് സാജിദ്. അടുത്ത ഇബ്രാഹിം. ഇബ്രാഹിം. അബ്ദുൽ മാജിദ്. എല്ലാവരും കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കുക. എച്ച് കഴിഞ്ഞ അബ്ദുൽ മാജിദ്. ഫാത്തിമ ആർ മസൂദ്. ഫാത്തിമ ആർ മസൂദ്. ഫാത്തിമ എത്തില്ല. ഐഷ ഹന്ന. ഐഷ ഹന്ന. ഉമർ ഫിറാസ്. ഉമർ ഫിറാസ്. ഒരു കുട്ടിക്കുള്ള ഒരാളുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് തലത്തിൽ കുമാപാരായണത്തിൽ 1ാം സമ്മാനം നേടിയ ഒരു വിദ്യാർത്ഥിയാണ്. നമ്മുടെ നാട്ടുകൂട്ടം ശത്രുഘ്നായ പൽസനമി. നാട്ടുകൂട്ടത്തിന്റെ അംഗങ്ങൾ മുൻകൈയെടുത്ത് ഈ അടുത്ത കാലത്ത് നടത്തിയ വളരെ ശ്രദ്ധേയമായ ഒരു ജീവകാരുണ്യ സേവനമായിരുന്നു. അന്യസംസ്ഥാനക്കാരനായ ഒരു അല്പം മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാള്, ഒരുപാട് രോഗങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ നമ്മുടെ ഭാരതാപുരത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അദ്ദേഹം ആരുടെയും നിയന്ത്രണത്തിൽ നിൽക്കാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് ഈ ഭാരതാപുരത്തിലെ പുനർജനി അഗതി മന്ദിരത്തിന്റെ സഹകരണത്തോടെ ആശുപത്രി അഡ്മിറ്റ് ചെയ്യുകയും അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നാട്ടുകൂട്ടത്തിന്റെ അംഗമായ ശ്രീ ഒറ്റയാൾ സജീവും അതുപോലെ തന്നെ ഭാരതാപുരത്തെ സാമൂഹിക പ്രവർത്തകനായ മുഹമ്മദ് റഫീഖുമാണ്. ഈ രണ്ടുപേരെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്.
നാട്ടുകൂട്ടം ഗ്രൂപ്പിന്റെ നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു സമാന്തര വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുന്നത് ബാലരാമപുരത്തിന് പുറത്ത് ജീവിക്കുന്ന ബാലരാമപുരത്തുകാരുടെ ഒരു ഗ്രൂപ്പാണ്. അതിൽ പ്രവാസികളും നമ്മുടെ ശേഖര പോലെ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ വിദൂര സ്ഥലങ്ങളിൽ ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. നാട്ടുകൂട്ടത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വയനാട് പ്രദേശത്ത് പലതരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഷേഖ് വയനാടിനെ ഈ വേദിയിൽ ആദരിക്കുന്നു. ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിൽ ഞാൻ നാട്ടുകൂട്ടം ബാലരാമപുരത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കും. നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ഈ എല്ലാ സന്ദർഭങ്ങളിലും നാട്ടുകൂട്ടം അവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിച്ചു വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു മഹാമാരിയുടെ കാലത്തായാലും അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ സന്ദർഭത്തിലായാൽ അതല്ലെങ്കിൽ ഇതുപോലെ നല്ല വിജയങ്ങൾ കുട്ടികൾ നേടുമ്പോഴുള്ള സന്തോഷത്തിന്റെ സന്ദർഭങ്ങളിലായാലും നാട്ടുകൂട്ടം അവരുടെ ഒരു നിറഞ്ഞ ഒരു സാന്നിധ്യം പ്രകടിപ്പിക്കും എന്നത് നമുക്ക് കഴിഞ്ഞ ഏറെ നാളുകളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു വലിയ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ ഇവരെല്ലാവരും സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. നാട്ടിലെ എല്ലാവരും, നിങ്ങളെ അറിയാവുന്ന എല്ലാവർക്കും നിങ്ങളുടെ വിജയത്തിൽ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം പങ്കുവയ്ക്കുന്നതിനാണ് ഇന്നിവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഈ വിജയികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി നിങ്ങൾ ഇതിനെ കാണരുത്. ഇനി വരാനിരിക്കുന്ന വലിയ വിജയങ്ങളിലേക്കുള്ള ഒരു നല്ല ചുവടുവയ്പായി ഈ വിജയത്തെ കാണണം. ഉറച്ച ലക്ഷ്യങ്ങളുമായി പോകാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മളൊരു ലക്ഷ്യത്തെ കാണുമ്പോൾ അത് പരിമിതമായ ലക്ഷ്യമാകാൻ പാടില്ല. ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അത് നേടാനുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വളരെ സന്തോഷം പറഞ്ഞ ഒരു നയം സംവിധാന പരിപാടി ആരംഭിച്ചത് ഈ ബാലരാമപുരം പ്രദേശത്ത് നേരത്തെ ഇപ്പോൾ സംസാരിച്ചതുപോലെ നാട്ടുകൂട്ടമെന്നുള്ള ഒരു സംഘടന ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളും വളരെ ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നത് മാറി നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ ആദ്യമായിട്ടാണ് അവർ ഈ പരിപാടി പ്രത്യേകിച്ച് ഹാലിയിലേക്ക് പരിശീലിക്കുന്നത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്തായാലും പങ്കെടുക്കാൻ വന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബഹുമാന്യരായ നാട്ടുകൂട്ടം ജനകീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓരോരുത്തരെയും പേരെടുത്ത് പറയണമെന്നുണ്ട്. മഴ യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ അനുചിതമായി പോകുന്നുവെന്ന് പൂർണ്ണ പ്രശ്നിക്കുന്നില്ല. ഹൃദയം അറിയുന്ന, ചരിത്രം അറിയുന്ന, ഈ നാടിന്റെ സ്പന്ദനം അറിയുന്ന, ഈ നാടിന്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒക്കെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ. തീർച്ചയായും അവരുടെ സംഘടനയാണ് നാട്ടുകൂട്ടം എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം.
പ്രചോദനം നൽകുന്നതിലേക്ക് ഇന്ന് ഈ സംഘടിപ്പിച്ച ഈ പരിപാടി നല്ല ഗംഭീരമായിരുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച നാട്ടുകൂട്ടം പ്രവർത്തകർക്ക് എൻ്റെ ആശംസകൾ. പോലെ തന്നെ ജീവിതത്തിലെ കാര്യങ്ങളും ജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. എല്ലാ അർത്ഥത്തിലും ഒരു സാമൂഹിക ബോധമുള്ള നല്ല കുട്ടികളായി വളരണമെന്നുള്ള ഒരു സന്ദേശം നൽകുകയാണ്. കൂടാതെ ഇത്തരത്തിലൊരു ഒരു പരിപാടി സംഘടിപ്പിച്ച നാട്ടുകൂട്ടം എനിക്ക് ആദ്യം മുതൽ അറിയാവുന്ന കാര്യമാണ്. അവര് ചാരിറ്റബിൾ വർക്കുകൾ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിന് ഒരു മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അവരൊരു ചുവട് മാറ്റം ഇതിലൂടെ കാണുന്നുണ്ട്. എന്തായിരുന്നാലും എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന്റെ വിവിധ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഈ നാട്ടുകൂട്ടത്തിന്റെ പരിശ്രമങ്ങളെ നന്നായിട്ട് ഞാൻ അഭിനന്ദിക്കുകയും എന്റെയും പാലാന മുസ്ലിം ജമാഅത്തിന്റെയും അഭിവാദനങ്ങൾ ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജനകീയ കൂട്ടായ്മയിലെ നല്ലവരായ സുഹൃത്തുക്കളെ, ഈ ഈദ് സൗഹൃദ വേദിയിലേക്ക് വന്നെത്താൻ കഴിഞ്ഞത് ഒരു സൗഭാഗ്യമായി കരുതുന്നു. ഔദ്യോഗിക തിരക്കുണ്ടായിരുന്നതാണ് താമസം. എന്തായാലും ഞങ്ങളെയൊക്കെ വന്ന് കാണാനും നിങ്ങളുടെ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും എൻ്റെയും ഒക്കെ സന്തോഷം അറിയിക്കുന്നു. വളരെ കാലികമായ സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയെങ്കിലും നമ്മുടെയൊക്കെ ആശയങ്ങൾ കൈമാറുന്നതിനും അത്തരത്തിലൂടെ കൈമാറപ്പെടുന്ന ആശയങ്ങൾ സതുദ്ദേശത്തോടുകൂടി നാടിൻ്റെയും സമൂഹത്തിൻ്റെയും നമ്മുടെ ബന്ധങ്ങളുടെയൊക്കെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം സൗഹൃദ സദസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ വളരെയധികം ആഹ്ലാദമുണ്ട്. പ്രായഭേദമന്യേ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ വളരെ ഹൃദയപൂർവ്വം ഒന്നായി നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ബാലരാമപുരത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എൻ്റെയും എൻ്റെ പോലീസ് സ്റ്റേഷൻ്റെയും നന്ദിയും അതുപോലെ തന്നെ സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഏവർക്കും നമസ്കാരം. പെണ്ണാളെ കഞ്ഞിറാടും പിടിയാളെ തമ്പൂരാട്ടിടും മുമ്പേ കരിക്കാലെ കൊരവരിച്ചാട്ടെ താരക പെണ്ണാളെ കരിറാടും പിടിയാളെ തമ്പൂരാട്ടിടും മുമ്പേ കരിക്കാലെ കൊരവരിച്ചാട്ടെ തക തക താത്തിരും തകത്തിനാരോ തകതിരും തകത്തിനാരോ താത്തിരും തക തകതിരും തക തകതിരും തകത്തിനാരോ താത്തിരും തകത്തിനാരോ തകതിരും തകത്തിനാരോ താത്തിരും തക തകതിരും തക തകതിരും തകത്തിനാരോ. പ്രോഗ്രാമിനെ കളർഫുള്ളാക്കിയതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ചത് നമ്മുടെ പ്രവാസിയായ ഉമറാക്കായുടെ ഈ വീട് തന്നെയാണ്. ഈ വീടിൻ്റെ അറ്റ്മോസ്ഫിയറും ഈ വീടിൻ്റെ ഭംഗിയുമാണ് ഒരു ഭംഗിയുള്ള പരിപാടിയായി ഞങ്ങൾക്കിതിനെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചത്. ഇത്രയും ഒരു ഗൾഫിൽ നിന്നിട്ട് പോലും ഞങ്ങൾക്ക് ഈ വീട് നിസ്സാരം പോലെ ഒന്നും നോക്കാതെ, പലരും മടിച്ചു നിൽക്കുന്ന അവസരത്തിൽ ഒന്നും നോക്കാതെ ഞങ്ങൾക്ക് ഈ വീട് തന്ന ഉമറാക്കാക്ക് അതുപോലെ അതിനുവേണ്ടി അഘോരാത്രം പണിയെടുത്ത നമ്മുടെ ഉമറാക്കായുടെ വൈഫിനും ഈ വേദിയിൽ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അതുപോലെ അവരുടെ കുടുംബം എന്ന് വെച്ചാൽ രാവിലെ മുതൽ ഒരുപക്ഷെ നാട്ടുകൂട്ടം പ്രവർത്തകർ എത്തുന്നതിന് മുന്നേ
ഈ പ്രോഗ്രാമിന് വേണ്ടി നല്ല പണിയെടുത്തൊരു വിഭാഗമാണ് അവരുടെ കുടുംബം. ആ കുടുംബത്തിനും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. നാട്ടുകൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ വർഷത്തെ ഈദ് ആഘോഷ പരിപാടിയിൽ നമ്മുടെ വിദ്യാർത്ഥിനികൾക്കുള്ള അനുമോദന സമ്മേളനമാണ് നമ്മളിന്ന് നടത്തിയത്. ഈ നാട്ടുകൂട്ടം ജനകീയ കൂട്ടായ്മ ഇതുവരെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്തും അല്ലാതെയുള്ള എല്ലാ വിശേഷ അവസരങ്ങളിലും, റംസാൻ, ക്രിസ്മസ്, ഓണം പോലുള്ള അവസരങ്ങളിലും നിരാലംബരായ അഗതികൾക്ക് ഭക്ഷണധാന്യങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങളും വാങ്ങുന്ന അവരുമല്ലാതെ ഇതൊരു പരസ്യപ്പെടുത്താനോ ഈ ഫണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് കളക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മുടെ സ്വന്തം ഈ ജനകീയ കൂട്ടായ്മയിലുള്ള അംഗങ്ങൾ മാത്രമാണ് ഇതിനുവേണ്ടി ഷെയർ ചെയ്യുന്നതും ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. നാട്ടുകൂട്ടം ബാലരാമപുരത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നുണ്ടാക്കിയ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. അത് ഇന്ന് വളർന്ന് ഒരുപാട് ആളുകൾ ഇതിലേക്ക് വന്ന് ഇപ്പോൾ നാട്ടിലെ വലിയൊരു സാമൂഹിക സാംസ്കാരിക സംഘടനയായി അത് മാറിക്കഴിഞ്ഞു. ബാലരാമപുരത്ത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലഘട്ടത്തിലും വളരെ സജീവമായി ആളുകളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കാനും, അതുപോലെ തന്നെ ഈ റംലാൻ മാസത്തിൽ നിർധനരായ ആളുകൾക്ക് വിഭവ കിറ്റുകൾ നൽകിക്കൊണ്ട് ഒക്കെ, അതുപോലെ പിന്നെ പാവങ്ങളുടെ നിർധനരായ രോഗികൾക്ക് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി നാട്ടുകൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. തിരുവിതാംകൂറിലെ കൈത്തറിയുടെ കേന്ദ്രമാണ് ബാലരാമപുരം. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ചാല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ള ഒരു വാണിജ്യ കേന്ദ്രവും ആണ് ബാലരാമപുരം. ബാലരാമപുരത്തെ ജനങ്ങളെ, ബാലരാമപുരം സ്വദേശികളായ ജനങ്ങളെ ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരുമിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് നാട്ടുകൂട്ടം എന്ന് പറയുന്നത്. നാട്ടുകൂട്ടം ഒരു വാട്സപ്പ് കൂട്ടായ്മയായിട്ടാണ് തുടക്കം കുറിക്കുന്നത്. പിന്നീട് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചും ട്രസ്റ്റായിട്ടും ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടുകൂട്ടം നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നാട്ടിലെ പല വിഷയങ്ങളിലും രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ജനങ്ങളെ കൂട്ടിയിണങ്ങിക്കൊണ്ട് അതുപോലെ മതചിന്തകൾക്ക് അതീതമായി ആൾക്കാരെ കൂട്ടിയിണങ്ങിക്കൊണ്ട് പല പ്രശ്നങ്ങളിലും ഇടപെടുകയും ഔദ്യോഗിക മേഖലയിൽ നിന്ന് അതിന് തീരുമാനം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും നാട്ടുകൂട്ടത്തോട് വലിയ ആഭിമുഖ്യമാണ് പുലർത്തുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് നാട്ടുകൂട്ടത്തിൻ്റെ പരിപാടികളിലേക്ക് സന്തോഷപൂർവ്വം കടന്നു വരുന്ന ജനപ്രതിനിധികളടക്കം, അതുപോലെ ഔദ്യോഗിക രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോലുള്ള എല്ലാ രംഗത്തും സേവനമനുഷ്ഠിക്കുന്ന ആൾക്കാരടക്കമുള്ള ആൾക്കാർ അതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ്.